ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ചെറിയൊരു ഗുമസ്തനായി ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. തൻ്റെ ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം സ്വന്തമായി ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ മുഴുകി. വലിയ പ്രൊഫഷണൽ ഗണിതശാസ്ത്രജ്ഞരെ തൻ്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടരാക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും ഭൂരിഭാഗം പേരും അതിൽ താല്പര്യപ്പെട്ടില്ല. കാരണം രാമാനുജന്റെ കണ്ടെത്തലുകൾ വളരെ പുതിയതും അത്ര പരിചിതമില്ലാത്തതും അസാധാരണമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതുമായിരുന്നു. എന്നാലും രാമാനുജൻ തന്റെ പ്രതിഭ ലോകത്തെ അറിയിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. 1913 തന്റെ 23-ാം വയസ്സിൽ അദ്ദേഹം ഒരു നിർണായക തീരുമാനമെടുത്തു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന GH ഹാർഡിക്ക് ഒരു കത്തും അതോടൊപ്പം 11 പേജുള്ള ഒരു കെട്ട് കടലാസും തപാലിൽ അയച്ചു കൊടുത്തു. ഈ കത്തിൽ അതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനും 100-ലധികം ഗവേഷണ ഫലങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു. ആ കവർ ഒന്ന് കടൽ കടന്ന് കേംബ്രിഡ്ജിൽ എത്താൻ 1 മാസക്കാലമെടുത്തു. തൻ്റെ ഗവേഷണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന ഉപദേശങ്ങൾ നൽകണമെന്നും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞാൽ പ്രസിദ്ധീകരിക്കാൻ സഹായിക്കണമെന്നും ഹാർഡിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ കത്ത്. ഹാർഡിയുടെ കയ്യിൽ ഈ കത്ത് കിട്ടിയപ്പോൾ ആദ്യം ഹാർഡി കരുതിയത് ഒരു തട്ടിപ്പായിരിക്കുമെന്നായിരുന്നു. എന്നാൽ മറ്റ് ഗണിതശാസ്ത്ര പ്രൊഫസർമാരുമായി ചർച്ച ചെയ്തപ്പോൾ അതൊരു അപൂർവ നിധിയാണ് എന്ന് മനസ്സിലായി. കാരണം അതിലുണ്ടായിരുന്നത് ഗണിതശാസ്ത്ര ലോകത്ത് അതുവരെ ഇല്ലാതിരുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളായിരുന്നു. ഹാർഡിയെ പോലും തോൽപ്പിച്ചു കളഞ്ഞ സിദ്ധാന്തങ്ങൾ അതിലുണ്ടായിരുന്നു. പ്രതിഭയെ തിരിച്ചറിഞ്ഞ ഹാർഡി രാമാനുജനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും അങ്ങോട്ട് ശ്രീനിവാസ രാമാനുജന്റെ കണക്കിന്റെ ലോകമായിരുന്നു. ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളാണ് രാമാനുജൻ എന്ന് ഹാർഡി അഭിപ്രായപ്പെട്ടു. രാമാനുജന്റെ കഠിനമായ പരിശ്രമത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഒരു കത്തയച്ച് അത് കിട്ടാൻ മാസങ്ങളെടുത്തിരുന്ന അക്കാലത്തും ഒരു ക്ഷണം കിട്ടിയാൽ കപ്പൽ കയറി അങ്ങോട്ടെത്താൻ മാസങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നിരുന്ന അക്കാലത്തും തൻ്റെ കഴിവുകൾ ആരും അറിയാതെ ഒടുങ്ങിപ്പോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. ഇന്നത്തെ കാലം എത്രയോ മാറി. ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതേ സമയത്ത് തന്നെ ലോകത്തിൻ്റെ ഏതറ്റത്തേക്കും കത്തോ പ്രബന്ധമോ ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ അയച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു വിളി വന്നു കഴിഞ്ഞാൽ ലോകത്ത് എവിടേക്കും മണിക്കൂറുകൾ കൊണ്ട് പറന്നെത്താവുന്ന ദൂരത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ശാസ്ത്രം എത്ര വളർന്നാലും സൗകര്യങ്ങൾ എത്ര കൂടിയാലും നമ്മുടെ മനസ്സിൽ മടി പിടിച്ചിരുന്നാൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ തന്നെ വളരണം, നമ്മൾ തന്നെ അവസരങ്ങളെ ഉപയോഗിക്കണം. അവസരങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരണമെന്നില്ല. അങ്ങോട്ട് തേടിപ്പോകുന്ന കാര്യത്തിൽ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട കാര്യവുമില്ല. മടിയന് കൊതിച്ചിട്ടുമൊന്നും കിട്ടുന്നില്ല. ഉത്സാഹികളുടെ പ്രാണന പുഷ്ടി ഉണ്ടാകുമെന്ന ദൈവവചനം ഓർമ്മയിലിരിക്കണം. ജീവിതത്തിൽ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നും നേടാനായിട്ട് സാധിക്കുകയില്ല. എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ലക്ഷ്യങ്ങളെ നേടിയെടുക്കാം. അവസരങ്ങളെ നന്നായി ഉപയോഗിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചാരന്മാരുണ്ടധികം സഹജേ ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ?